കൂലി കാണുന്നതിനേക്കാളും മുമ്പ് ഈ പടങ്ങൾ കണ്ടേ പറ്റൂ. ലോകേഷിന്റെ LCUത്തെ പടങ്ങൾ മാത്രം കണ്ടാൽ മതിയില്ലെന്ന് വിചാരിച്ചാൽ നോ, അതല്ല. ഇപ്പൊ കൂലിയുടെ അനൗൺസ്മെന്റ് വീഡിയോയില് ഇങ്ങനത്തെ ഒരു ഡയലോഗ് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1982 ഇറങ്ങിയ രജനീകാന്തിന്റെ രംഗ എന്ന് പറയുന്ന പടത്തിലത്തെ ഡയലോഗാണ്. ലോകേഷിന് രജനീകാന്തിന്റെ കൂലി ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ തന്നെ 1981 രജനീകാന്ത് ചെയ്ത തീ എന്ന് പറയുന്ന പടമാണ്. അങ്ങനെ നിങ്ങൾ ആരും കാണാത്ത കേൾക്കാത്ത പടത്തിന്റെ റെഫറൻസ് ഒക്കെ ആയിരിക്കും പുള്ളി പടത്തിലിടാൻ പോകുന്നത്. ഇതൊക്കെ കണ്ട് മനസ്സിലാവാതെ വാ പൊളിച്ചിരിക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം 1982 ഇറങ്ങിയ രംഗ കാണുക രജനീകാന്തിന്റെ പടം. പിന്നെ 1981 ഇറങ്ങിയ തീ കാണുക. അത് നമ്മുടെ അമിതാഭ് ബച്ചന്റെ ദീവാർ എന്ന് പറയുന്ന പടത്തിന്റെ റീമേക്കും കൂടെയാണ്. പിന്നെ പറയുന്ന പോലെ എല്ലാ LCU പടങ്ങള് അത്യാവശ്യം ക്രോണോളജിക്കൽ ഓർഡറിൽ കണ്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കൈദി, വിക്രം, ലിയോ. പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കൂലി എന്ന് പറയുന്നത് LCUലുള്ള പടമാണോ എന്ന്. പക്ഷേ ലിയോ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. LCUലുള്ള ഒരു പടമാണെന്ന് പുള്ളി റിവീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതൊക്കെ കണ്ടിരിക്കണ്ടേ. പിന്നെ ഇപ്പൊ പറയാൻ പോകുന്ന പടങ്ങളൊക്കെ ഞാൻ ചുമ്മാ വായി തോന്നി പറയുന്നതല്ല. ലോകേഷിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ട് പുള്ളി ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത കുറെ പടങ്ങളുണ്ട്. അതിന്റെ ബേസിലാണ് ഞാനതൊക്കെ പറയുന്നത്. ഏറ്റവും ആദ്യം നാഗാർജുനയുടെ തെലുങ്ക് പടമായിട്ടുള്ള ശിവ കാണണം. 100% അതിന്റെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടാവും. കാരണം ലോകേഷ് മുള്ളറ്റ് വെച്ച് തന്നെ ആ പടം കണ്ടിട്ടാണ്. പോരാത്തതിന് ലോകേഷിന്റെ തന്നെ പടമായിട്ടുള്ള മാസ്റ്ററിലെ ജെഡിയും ഭവാനിയും ഒക്കെ ഈ പടത്തിലത്തെ ക്യാരക്ടേഴ്സ് ആണ്. അവൻ പേര് ജെ ദുർഗാറാം, എല്ലാരും ജെഡിയും കൂപ്പിടുവാങ്ക. അവനക്ക് ഭവാനിന്റെ റോഡി കിட்ட കോൺടാക്ട് ഉണ്ട്. നാഗാർജുനയുടെ തന്നെ രച്ചകൻ എന്ന് പറയുന്ന ഒരു പടം ലോകേഷിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഇന്റർവ്യൂവിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്. ആൻഡ് റിയൽ സ്റ്റാർ ഉപേന്ദ്രനെ നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. അതിൽ പുള്ളി കണ്ണുകൊണ്ട് ഒരു ചെറിയ ആക്ഷൻ കാണിക്കുന്നില്ലേ, അത് ശരിക്കും പുള്ളിയുടെ ഉപേന്ദ്ര എന്ന് പറയുന്ന പടത്തിന്റെ ഒരു റെഫറൻസ് ആണ്. സോ ഉപേന്ദ്ര എന്ന് തന്നെ പുള്ളി പേരിട്ട് പുള്ളി തന്നെ ഡയറക്ട് ചെയ്ത പടമാണ്. അത് കാണാം. പിന്നെ പറ്റുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു പടം കൂടി കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലോകേഷ് വിന്റേജ് സോങ്ങുകൾ ഇട്ട് കളിക്കുന്ന ഒരാളാണല്ലോ. എനിക്ക് വളരെ വളരെ തോന്നുന്നുണ്ട് ഈ ഒരു വിന്റേജ് സോങ് എന്തായാലും ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ഡിസ്കോ എന്ന് പറയുന്ന പാട്ട് ഇതിലുണ്ട്. അപ്പോ ആ പടം കൂടെ ചുമ്മാ ഒന്ന് കണ്ടേക്ക് ഒരു സേഫ്റ്റിക്ക്. തങ്കമകൻ എന്നാണ് ആ പടത്തിന്റെ പേര്.